ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. സാർ. ഓ ഷാർ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. കേൾക്കുന്നുണ്ട് സാർ. എന്താ കോളന്ത എവിടെ? ആർക്ക് തരും? മായാണ്ടി കുപ്പത്തിലെ നിറയെ കുളന്തകൾ ഇരിക്ക്. അതിലൊന്നും ഇതും என்ன சார் உங்களுக்கு തിരികെ വേണമാ? തിരിഞ്ഞും മറിഞ്ഞും ഒന്നും വേണ്ട, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ ദേവിക ഉനക്ക് തെരിയുമാ? തെരിയും. ദേവത മാതിരി ഒരു പൊണ്ണ്. ഓ ദേവത, അവളെ നീ ഫോളോ ചെയ്യും. എതുക്ക് സാർ? കാര്യം കാരണസഹിതം പറഞ്ഞാലേ നീ ചെയ്യത്തുള്ളൂ. അതല്ല. അപ്പോ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. ദേവിക എവിടെ പോകുന്നു, ആരെ കാണുന്നു, ഇതൊക്കെ കൃത്യമായി കണ്ടുപിടിച്ച് പറയണം. നീ ഒരു നാടോടി വേഷം കെട്ടി നടന്ന നിന്നെ ആരും സംശയിക്കത്തില്ല. അതൊക്കെ എനക്ക് തെരിയും സാർ. പക്ഷേ സൂക്ഷിച്ചു വേണം. നിന്റെ ടാർഗറ്റ് പൊന്നുമണിയെ പോലെ ഒരു പൊട്ടിപ്പെണ്ണല്ല, ദേവികയാ, ബുദ്ധിരാക്ഷസിയാ. മറക്കരുത്. இந்த வாழ்க்கையில പറഞ്ഞു തുടങ്ങിയാൽ തമിഴ് വായിൽ വരൂ. അത് പറവാലേ, എനിക്കും തമിഴ് നല്ല തിരിയും. എന്നാലും നമുക്കിടയിൽ മലയാളം മതി. ഈ ലോകത്തിൽ നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിച്ച് ജീവിച്ചു തീർക്കണം. ഇത് പെൺകുട്ടികളുടെ കാലമാണെന്ന് കേട്ടിട്ടില്ലേ? നല്ല ധൈര്യത്തോടെ നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകം നമ്മുടെ കാൽച്ചുവട്ടിൽ വരും. എനിക്ക് നല്ല ധൈര്യമൊക്കെ ഉണ്ട്, നന്നായി ജീവിക്കണമെന്നുണ്ട്. പക്ഷേ കാശാണ് പ്രശ്നമല്ലേ? ഇത് വെച്ചോ. അയ്യോ, എനിക്കെന്തിനാ പണം? ഈ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ഈ നാടൻ മട്ടും മാതിരിയൊക്കെ വിട്ട് നല്ല മോഡേൺ ആവണം. എന്നാലേ ഈ സിറ്റിയിലൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. മാഷേട്ടനും അമ്മായിയൊക്കെ അറിഞ്ഞാ എന്നെ കൊന്നുകളയും. എനിക്ക് പണമൊന്നും വേണ്ട. ഇത് ഞാൻ നിനക്ക് വെറുതെ തരുന്നതല്ല, തൽക്കാലം നിന്നെ ഒന്ന് സഹായിക്കാനായിട്ട് തരുന്നതാ. ഇത് വച്ചോ, നീ പതിയെ എനിക്ക് തിരിച്ചു തന്നാ മതി. അല്ല, എന്നാലും ഇത് വാങ്ങു പൊന്നുമണി, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ടേക്ക് ഫ്രണ്ട്സ്. നീ ഇത് കൊണ്ടുപോയി നല്ല ഡ്രസ്സൊക്കെ എടുക്ക്. വാങ്ങ. പിന്നെ ഞാനാ പറഞ്ഞ പയ്യനില്ലേ സഞ്ജു, അവൻ നിന്നെ നിന്റെ വീടിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്യും. നീ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ആ ബീച്ച് റോഡിൽ നിന്നാ മതി. സഞ്ജുവിനെ എനിക്കറിയാം, പക്ഷേ ആരെങ്കിലും കണ്ടാ നിനക്കെന്താ? നീ ആ ചിന്തയെ വിട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്ത് നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അത് നന്നായി ജീവിക്കണം. വേണ്ടേ? മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനാ. അത് നീ ഒന്ന് മനസ്സിലാക്ക്. നീ വന്നേ, നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. വാ. സത്യത്തിൽ സാറൊരു പട്ടാളക്കാരനാണെങ്കിലും മകനെ പട്ടാള ചിട്ടയിലല്ല വളർത്തിയതല്ലേ? പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് മക്കളെ വെടിവെച്ച് കൊല്ലാൻ പറ്റൂ? വെടിവെക്കണ്ട, പക്ഷേ ഗൺ പോയിന്റ് നിർത്താം. നടേശൻ സാറ് ചന്ദ്രലേഖയെ ലാത്തി കൊണ്ട് തല്ലിയായിരിക്കും വളർത്തിയതല്ലേ? എന്റെ മോളെ ഞാൻ ഒരു ഈർക്കിൽ കൊണ്ടുപോലും തല്ലിയിട്ടില്ല. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാ. ചന്ദ്രയുടെ അച്ഛൻ കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ? ഏയ് ഇല്ലില്ല, ക്ലബിലൊന്ന് പോണം. 2 വീശിയിട്ടിറങ്ങിയതാ. അവിടെ പഴയ ചില പോലീസ് പുലികൾ കാത്തിരിപ്പുണ്ട്. സാറ് പട്ടാളക്കാരനാണെങ്കിലും വീശത്തില്ലല്ലയോ? ഇല്ല. സിദ്ധാർത്ഥനോ? എന്റെ അറിവിലില്ല. ആണുങ്ങളായ 4 കഴിക്കണം, എങ്കിലേ ഞരമ്പിലൂടെ തീ ഓടും. അളിയൻ കഴിക്കൂ? ഇല്ല ഇല്ല.
പിന്നെ എന്തോന്നു പട്ടാള ഫാമിലി. പട്ടാളക്കാരന് കോട്ട കിട്ടുന്നെന്ന് കരുതി കിട്ടുന്ന കുപ്പിയൊക്കെ കുടിച്ചു തീർക്കണമെന്നാണോ? ആ, അത് പോയിന്റ്. ആ, ഇനി ഇവിടെ എന്തായാലും ഞാനുണ്ടല്ലോ, കുപ്പികളൊന്നും വേസ്റ്റ് ആകത്തില്ല. ദേ, ഇവള് പിന്നെ ബിയറിന്റെയും വൈറ്റ് വൈനിന്റെയും ഒക്കെ ആളാ. ആണോ? അത് പിന്നെ വല്ലപ്പോഴാ ചേച്ചിയമ്മ. നമ്മുടെ സ്കിന്നിന് നല്ലതാ. പിന്നെ മുടിയും കഴുകാൻ ബിയറുണ്ട്. അയ്യോ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. നിനക്ക് വേണോ? അയ്യോ, വേണ്ട വേണ്ട. സൗന്ദര്യത്തിന് നല്ലതാളിയാ. പിന്നെ എന്ന് വെച്ചാ ഐശ്വര്യറായി അടിച്ച് കോൺ തെറ്റി ബോംബെ കൂടെ നടന്നല്ലേ വിശ്വസുന്ദരിയായത്. അമൃതരംഗൻ വലിയ തമാശക്കാരനാ. അല്ല, എന്നാ ഒരു പേരാ. അല്ല, എവിടെ നിന്ന് കിട്ടിയത്? അമൃത് രംഗൻ. എങ്ങനെ കിട്ടി ആ പേര്? ആരിട്ട പേരാ? എന്നെ പാലാഴി കടഞ്ഞപ്പം വീട്ടുകാർക്ക് കിട്ടിയതാ, അങ്ങനെ ഇട്ട പേരാ. പിന്നെ തമാശ. ആ, എന്നാ പിന്നെ ഞാൻ ക്ലബിലേക്ക് പോയേക്കുവാ. സിദ്ധാർത്ഥൻ വിളിച്ചാ എന്നെ ഒന്ന് അറിയിക്കണം. സിദ്ധാർത്ഥന് ചെറിയൊരു പോലീസ് മുറയുടെ ആവശ്യമുണ്ട്. പോട്ടെ മോളെ. നീ ചുമ്മാ വിഷമിക്കാതെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കിയായിട്ട് നില്ല. സിദ്ധാർത്ഥനെ വരച്ച വരയിൽ നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി എന്നാ. ഞാനൊരു ഐഡിയ പറയട്ടെ സർ. ഒന്നല്ല, ഒരു 100 എണ്ണം പറയണം. പൊട്ടത്തര ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ കേൾക്കാൻ റെഡിയാ. നമുക്കൊരു ബോട്ട് വാങ്ങിച്ചാലോ? ബോട്ടോ? എന്തിനാ ദേവികെ ബോട്ട്? പറയാം സർ. ഇവിടുത്തെ തുരുത്തുകളില് മതിയായ ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നവരുടെ കണക്ക് ഒന്ന് എടുത്തു നോക്കണം. അവരുടെ ജീവൻ നിലനിർത്താൻ ഒരു ബോട്ട്, ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ